ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്രം നടത്തിയ മൂന്നാമത്തെ ചർച്ച ഇന്നലെ പരാജയപ്പെട്ടു. സമാധാനപരമായി വിഷയം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു. അടുത്ത ഞായറാഴ്ച, അതായത് ഈ ഞായറാഴ്ച വീണ്ടും അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ പറയുന്നത്. അതിർത്തികളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്നാണ് തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തെ പക്ഷേ ഈ ബന്ദ് ബാധിക്കില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജനും അതേപോലെ കാസിപൂർ സ്ഥലത്ത് നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഗുഡ് മോർണിംഗ്. ആൻഡ് ആർ രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ഈ ശംഭു അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? കർഷകർ നിരാശരാണോ? സർക്കാരിന് ഇതിൽ പ്രതീക്ഷയുണ്ടോ അടുത്ത ചർച്ചയിലെങ്കിലും ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന്? കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. ശംഭു അതിർത്തിയിൽ ഇന്നിപ്പോൾ കൂടുതൽ കർഷകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട ചർച്ച അത് പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണം താങ്ങുവിലയിൽ ഒരു കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നില്ല. ഒരു പരിഹാരം നിർദ്ദേശവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചില്ല എന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. താങ്ങുവില ഒരു നിയമനിർമ്മാണം എന്ന ആവശ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ശംഭു അതിർത്തി കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തുകയാണ്. എന്തായാലും സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് കർഷകർ ലക്ഷ്യം വെക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ശംഭു അതിർത്തിയിൽ ഇത്തരത്തിലാണ് കാഴ്ച. ഈ റോഡരികിലെല്ലാം നിരവധി ട്രാക്ടറുകൾ ഇങ്ങനെ നിരനിരയായി ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കർഷകർ ഇങ്ങനെ ഇവിടെ എത്തിക്കൊണ്ട് ട്രാക്ടറുകൾ ഇങ്ങനെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 1000-ലധികം ട്രാക്ടറുകളാണ് ഈ ശംഭു അതിർത്തിയിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുതൽ കർഷകർ ഇവിടെ എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഫ്ലൈ ഓവർ, അതിന് മുകളിൽ, അതായത് ഡൽഹി അമൃത്സർ ദേശീയപാതയാണ്, അതിന് മുകളിൽ ഇപ്പോൾ ഏതാണ്ട് കിലോമീറ്ററുകളോളം കർഷകരുടെ ട്രാക്ടറുകൾ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതൽ കർഷകരെ എത്തിച്ചുകൊണ്ട് സമരം ഈ അതിർത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് വീണ്ടും ചർച്ച നടക്കും. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച നടക്കുക. ആ ചർച്ചയിലും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എന്തായാലും ഡൽഹിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. സമാധാനപരം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് സർക്കാർ ക്ഷണിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടി ഞായറാഴ്ച പങ്കെടുക്കാം എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇനി ഞായറാഴ്ചത്തെ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ മാത്രമേ കർഷകർ ഡൽഹിയിലേക്ക് പോവുകയുള്ളൂ. അതിന് മുന്നോടിയായി തന്നെ ഒരു പക്ഷേ ഞായറാഴ്ചത്തെ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ കർഷകരെ എത്തിച്ചുകൊണ്ട് സമരം ശക്തമാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നു. മാത്രമല്ല ശംഭു അതിർത്തിയിൽ ഇടയ്ക്കിടെ പോലീസും അതോടൊപ്പം തന്നെ കർഷകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ രാത്രിയും കർഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കണ്ണീർ വാതക പ്രയോഗവും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ രീതിയിൽ തന്നെ ഒരു പോലീസും കർഷകരും തമ്മിൽ ശംഭു അതിർത്തിയിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് സർക്കാർ സംബന്ധിച്ച് വലിയ ആശങ്കാജനകമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ ചർച്ചയിലൂടെ ഈ സമരം പരിഹരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി ഞായറാഴ്ച കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊരു ചോദ്യമാണ്. MSP എന്ന കാര്യത്തിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സർക്കാർ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ സമരം എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കർഷക വോട്ട് ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. അവരെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്ന് തന്നെ ലക്ഷ്യം വെച്ചുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുമുണ്ട്. പക്ഷേ MSP ഒഴികെ മറ്റു ഒരു തരത്തിൽ പോലും MSPയിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെ പറയുന്നു. മറ്റെല്ലാ കാര്യങ്ങളും ലക്കിപ്പൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുന്നതും അതോടൊപ്പം തന്നെ ഒന്നാം കർഷക സമരത്തിൽ കേസെടുത്ത കർഷകരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക, കൂടാതെ സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് തുടങ്ങിയ മറ്റു ചില ആവശ്യങ്ങൾ ഒരു പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് കർഷകർ തയ്യാറായെങ്കിൽ പോലും MSPയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ പോലും തയ്യാറാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആദ്യത്തെ 2 ചർച്ചയിലും മറ്റു വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു നീക്കുപോക്കിന് ഒരു ധാരണയ്ക്ക് കർഷകർ തയ്യാറായിരുന്നു. അപ്പോഴും MSPയിൽ കർഷകർ ഒരു സമിതി രൂപീകരിക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ വഴങ്ങേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഒരു സമിതി രൂപീകരിക്കുന്നതിനപ്പുറം എന്ത് ഉറപ്പ് കർഷകർക്ക് നൽകും എന്ന ചോദ്യമാണ്
മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തും കൃത്യമായ ഉത്തരമുണ്ടായാൽ മാത്രമേ ഈ ശംഭു അതിർത്തിയിൽ നിന്നും കർഷകർ പിന്നീട് അവരുടെ വീടുകളിലേക്ക് പോവുകയുള്ളൂ. ഇല്ല എങ്കിൽ സംയുക്തമായി ഡൽഹിയിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ശംഭു അതിർത്തിയും കൂടാതെ ശംഭുവിന് അപ്പുറമുള്ള അംബാല അടക്കമുള്ള സ്ഥലങ്ങളിലും ഇപ്പോഴേ പോലീസിന്റെ ഭാഗത്തും വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുരുക്ഷേത്ര, പാനിപ്പത്ത്, സോണിപ്പത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല കർഷകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഇത്രയേറെ നിയന്ത്രണങ്ങൾ ഒരു സംസ്ഥാന അതിർത്തിയിൽ പോലീസ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ദേശീയപാത പൂർണ്ണമായും അടക്കുന്നു, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തീർക്കുന്നു, അതിനപ്പുറം മുള്ളുവേലി സ്ഥാപിക്കുന്നു, അതിനപ്പുറം കണ്ടെയ്നർ കൊണ്ട് റോഡാകെ റോഡിൽ മുഴുവൻ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ കർഷകരെ സംബന്ധിച്ച് വലിയ തരത്തിലൊരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ പാകിസ്ഥാനികളല്ല, മറിച്ച് ഇന്ത്യക്കാർ തന്നെയാണ്, അതുകൊണ്ട് തന്നെ സമരം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കർഷകർ വലിയ രോക്ഷത്തോടെ പറയുന്നൊരു സാഹചര്യമുള്ളത്. അങ്ങനെ കർഷകർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായാൽ വലിയ പ്രതിഷേധം ശംഭു അതിർത്തിയിലൂടെ ഏതാണ്ട് 100-ലധികം കർഷകർ ഇപ്പോൾ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുകയാണ്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ശംഭു അതിർത്തിയിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേർന്ന്. രാധാകൃഷ്ണനിലേക്ക് നമുക്ക് പോകണം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. സജീവൻ സുദ്ധ ചോദിക്കുന്നു, SKN ഇന്ന് പഠിത്തമുണ്ടോ? മറ്റേ ചില ആൾക്കാരും ഇന്ന് ബസ്സുണ്ടോ, വണ്ടി ഓടുവോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് ഭാരത് ബന്ദാണ് കർഷകരുടെ. പക്ഷേ ആ ബന്ദ് കേരളത്തെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കും, ബസ്സുകളെല്ലാം കൃത്യമായി ഓടുകയും ചെയ്യും. ഇനി രാധാകൃഷ്ണനിലേക്ക്. കാസിപൂർ അതിർത്തിയിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. കാസിപൂരിലെ അവസ്ഥ എന്താണ്? നിതിൻ അംബുജൻ പറയുന്നത് പോലെ ഈ കർഷക സമരം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ കടുത്ത സമര പ്രതിഷേധ പരിപാടികളുമായി കർഷകർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതുപോലെ ഞായറാഴ്ച നടക്കുന്ന ചർച്ചയിൽ സർക്കാരിന് വലിയ പ്രതീക്ഷയുണ്ടോ? SKN, തീർച്ചയായിട്ടും നിതിൻ പറഞ്ഞതിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് എനിക്ക് ഈ ഗാസിപൂർ അതിർത്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഗാസിപൂരിൻ്റെ ഒരു പ്രാധാന്യം കഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കർഷകർ തങ്ങിയിരുന്ന മേഖലയാണ്. അതുകൊണ്ട് ഇവിടേക്ക് കർഷകർ എത്താതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നതായിരിക്കും അതിനെ വിവരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുക. നമുക്ക് കാണാം, ഇത് ദേശീയപാതയാണ്. 16 വരി ദേശീയപാത, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലൈനുകളുള്ള ദേശീയപാത ഡൽഹി മീററ്റ് ദേശീയപാതയാണ്. അതിൻ്റെ ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ അതിർത്തി മേഖലയിൽ വലിയ രീതിയിൽ ബാരിക്കേഡുകൾ കൊണ്ട് ഇപ്പോൾ പോലീസ് നിറച്ചിട്ടുണ്ട്. ഒപ്പം വലിയ ട്രക്കുകളിലടക്കമുള്ള വാഹനങ്ങളിൽ മണ്ണും കല്ലും അടക്കമുള്ള ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഈ കർഷകർ ഇവിടേക്ക് വന്നാൽ അകത്തേക്ക് കടക്കാൻ പറ്റാത്ത, ഈ അതിർത്തിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ കരിങ്കല്ലുകളൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട്. കോൺക്രീറ്റ് കട്ടകൾ, വലിയ കോൺക്രീറ്റ് കട്ടകൾ, പക്ഷേ ഞാൻ ഈ നിൽക്കുന്നതും ഒരു കോൺക്രീറ്റ് കട്ടയ്ക്ക് മുകളിലാണ്. അത്ര വലിയ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഈ മേഖലയിൽ സാധിക്കും. ഡൽഹി പോലീസ് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കുന്നത്. ഡൽഹി പോലീസ് മാത്രമല്ല, അർദ്ധ സൈനിക വിഭാഗങ്ങൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ട്രക്കുകൾ പാതയ്ക്ക് കുറുകയായി ഇട്ട് കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കില്ല. അഥവാ പ്രതിഷേധം ഏത് വിധത്തിൽ ഇരച്ചെത്തിയാലും അവർക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കില്ല എന്ന ഒരു നിഗമനമാണ് പോലീസിന് ഉള്ളത്. ബാരിക്കേഡുകൾക്ക് മുകളിൽ കമ്പി വേലികൾ അത് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ബാരിക്കേഡുകൾ ഇവിടേക്ക് നിരത്തിയിരിക്കുന്നത്. വലിയ ട്രോളികൾ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. അതും ഏത് സാഹചര്യം വന്നാലും അതിനെ നേരിടുക എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് മീറ്ററുകൾ ദൂരെ വരെ ഈ പോലീസിന്റെ ഒരുക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അഥവാ പ്രധാനപ്പെട്ട ഈ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന മേഖലകളിൽ മാത്രം കാണുന്ന മുന്നൊരുക്കങ്ങൾ ഒക്കെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് SKN ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നിലവിലുള്ള ചർച്ചയുടെ ഒരു സാഹചര്യം അത് ഒട്ടും ശുഭകരമായിട്ടുള്ള അവസ്ഥയിലല്ല പോകുന്നത് എന്ന് സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഞായറാഴ്ചത്തെ ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ സമരം വലിയ രീതിയിൽ ശക്തമാകാനായിട്ട് അത് കാരണമാകുമെന്ന് സർക്കാർ കരുതുന്നുണ്ട്. ഡൽഹിയിലേക്ക് കഴിഞ്ഞ തവണ ഈ സമരക്കാർ എത്തിയപ്പോൾ, കർഷക സമരം ഉണ്ടായ ഘട്ടങ്ങളിൽ ഇവിടുത്തെ ജനജീവിതമടക്കം സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. കോടതിയുടെ അടക്കം വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു സർക്കാരിന്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞായറാഴ്ചയാണ് ഇനി ചർച്ച നടക്കാനായിട്ട് പോകുന്നത്. ഈ ഞായറാഴ്ചത്തെ ചർച്ചയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കൂടുതൽ പേരും വെച്ച് പുലർത്തുന്നത്. പക്ഷേ MSPയുടെ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു വിട്ടുവീഴ്ച അത്
അത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് കർഷക സംഘടനകൾ പറയുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥ വൃത്തം നമ്മളോട് സൂചിപ്പിക്കുന്നത് ഈ ഉപാധി അത് മുന്നോട്ട് വെച്ചാൽ രാജ്യത്തെ സംബന്ധിച്ച് നിലവിലുള്ള ഈ ബഡ്ജറ്റ് വിഹിതം അടക്കമുള്ളവ പര്യാപ്തമല്ലാത്ത സാഹചര്യത്തിലേക്ക് വരും. അധിക വിഭവ സമാഹരണത്തിന് മാർഗങ്ങൾ തേടേണ്ടി വരും. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അധിക വിഭവ സമാഹരണം സാധ്യമാകുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് കർഷകർക്ക് നൽകാൻ പോകുന്ന ഉറപ്പുകളിൽ ഒന്ന്, തിരഞ്ഞെടുപ്പിന് ശേഷം ഈ MSPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളാം എന്നുള്ളതാണ്. 24 വിളകളുടെ കാര്യത്തിലാണ് കർഷകർ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ 24 വിളകളിൽ ഏതാനും വിളകളുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ തത്വത്തിൽ MSP അംഗീകരിക്കുന്നു എന്ന് വരുത്തി ഈ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള നീക്കമുണ്ടാകും എന്നും കരുതുന്നു. ഏതായാലും ഇതെല്ലാം നിർദ്ദേശങ്ങളോ അഥവാ ചില അഭ്യൂഹങ്ങളോ മാത്രമാണ്. ഒരു പരിഹാരം എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ 5 അതിർത്തികളാണ് ഉള്ളത്. ഈ 5 അതിർത്തികളും പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കർഷകരെ ഈ മേഖലയിലേക്ക് കടത്താത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഡൽഹി പോലീസ് ഉള്ളത്. ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ അത്ര വലിയ രീതിയിൽ ഡൽഹിയിലേക്കുള്ള വാഹന ഗതാഗതത്തെ അത് ബാധിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷേ 16 വരി പാതയിൽ ഇത്ര അധികം വാഹനങ്ങളല്ല ദിവസവും സഞ്ചരിക്കുന്നത്. എന്നാൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. വാഹന ഗതാഗതത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഡൽഹി പോലീസിന്റെ കൂടുതൽ സംഘം ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 10 മണിയോടുകൂടി ശക്തമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ മാറുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് കാസിബോധ അതിർത്തിയിൽ നമുക്കൊപ്പം ചേർന്നത്. നിതിൻ അംബുജനും അതുപോലെ ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഞായറാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ കർഷകർ കൂടുതൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അത് രാജ്യത്തെ തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കർഷകർ എല്ലാവിധമായ സൗകര്യങ്ങളുമായിട്ടാണ് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അടുത്ത 6 മാസം ജീവിക്കാനുള്ള എല്ലാ വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിട്ടാണ് ഡൽഹിക്ക് യാത്ര നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി യാത്ര സംഭവബഹുലമാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. കാര്യം ഒരുവിധം ഈ കർഷകർ പറയുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ കഴിയാതെ പോവുകയാണെങ്കിൽ കർഷകർക്ക് മറ്റു വഴിയില്ല, സമരവുമായി മുന്നോട്ട് പോവുക തന്നെ.